പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വലിയ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കുടുംബം. ക്ലിഫ് ഹൌസിന് മുന്നിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് അല്പം മുൻപ് പറഞ്ഞത്. സുനിഷ അയ്യലൂർ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിഷ, ആഭ്യന്തര വകുപ്പ് അന്വേഷണം അട്ടിമറിച്ചു. അതായത് തുടക്കത്തിൽ തന്നെ പോലീസ് നിഷ്ക്രിയമായാണ് പ്രവർത്തിച്ചത്. അത് ഈ അന്വേഷണം വഴിമുട്ടുന്നതിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് അച്ഛൻ ജയപ്രകാശ് അല്പം മുൻപ് പറഞ്ഞത്. ഇപ്പോൾ സിദ്ധാർത്ഥന്റെ 41ാം ചരമദിനവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം സമരപരിപാടികളിലേക്ക് പോകുമെന്ന് നേരത്തെ തന്നെ കുടുംബം വ്യക്തമാക്കിയിരുന്നതാണ്. ക്ലിഫ് ഹൗസിന് മുന്നിൽ പ്രതിഷേധിക്കാൻ തന്നെയാണോ കുടുംബത്തിന്റെ തീരുമാനം? ഏത് തരത്തിലുള്ള പ്രതിഷേധം എന്നതിന് ഒരുപക്ഷെ സത്യാഗ്രഹം ഇരിക്കും, ഉപവാസം ഇരിക്കാം, അല്ലെങ്കിൽ എന്താണോ അന്ന് തോന്നുന്നത് അതേ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുമെന്നത് തന്നെയാണ് കുടുംബം അറിയിക്കുന്നത്. ഏതായാലും കുടുംബം തുടക്കം മുതൽ അക്കമിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പല രീതിയിലും ഏതൊക്കെ പേർക്കെതിരെ കേസ് എടുത്തിട്ടില്ല, അതെന്തുകൊണ്ട്, കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഏതായാലും അതിലൊന്നും തന്നെ തീരുമാനമാകാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള കുടുംബത്തിന്റെ തീരുമാനം. ഏതായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ആ പെൺകുട്ടികൾക്കെതിരെ കേസെടുക്കുക. അക്ഷയ് തുടക്കം മുതൽ പറയുന്ന ഈ സിദ്ധാർത്ഥന്റെ പിതാവും മാതാവും പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു ഈ അക്ഷയ്ക്ക് കൃത്യമായി ഇതിൽ പങ്കുണ്ട് എന്ന കാര്യം. കാരണം ഈ വീട്ടിൽ നിന്നും നിരന്തരം അക്ഷയ് ആയിരുന്നു വിളിച്ചിരുന്നത്. സിദ്ധാർത്ഥനെ കിട്ടാത്തപ്പോഴൊക്കെ തന്നെയും അക്ഷയ് ആയിരുന്നു ഫോണിൽ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ അക്ഷയ് മരിക്കുന്ന ദിവസം പോലും സിദ്ധാർത്ഥ് മരിക്കുന്ന ദിവസം പോലും അക്ഷയ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെയെങ്കിൽ അക്ഷയ്ക്ക് കൃത്യമായി ഈ വിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമെന്നത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അക്ഷയ് ഇപ്പോൾ പോലും കേസിൽ എത്തുന്നില്ല എന്നതാണ്. അങ്ങനെയെങ്കിൽ അക്ഷയ്ക്ക് തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമാണ് അക്ഷയ്ക്ക് പ്രധാന നേതാക്കളിൽ ആരൊക്കെയോ ചേർന്ന് കൃത്യമായ സംരക്ഷണം ഒരുക്കുന്നു എന്നത്. ഏതായാലും അത് തന്നെയാണ് കുടുംബം പറയുന്നത്. ഈ അക്ഷയ്ക്കെതിരെ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. കേസിൽ പ്രതി ചേർക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ, നേരത്തെ സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്തൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയും ചൂണ്ടിക്കാണിച്ച് ഈ പെൺകുട്ടികൾക്കെതിരെയും കേസെടുക്കണമെന്ന ആവശ്യം പറയുന്നു. പിന്നാലെ പറയുന്നത് CBI അന്വേഷണം എന്നൊരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിരുന്നു. ആഭ്യന്തര വകുപ്പ് ഇത് കൈമാറി എന്നതടക്കം കാര്യങ്ങൾ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് CBI അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം ഈ കുടുംബ പ്രതിഷേധം നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ CBI അന്വേഷണത്തിനുള്ള ഈ രേഖകളൊക്കെ തന്നെയും കൈമാറാനായി DYSP ഡൽഹിക്ക് പോകുന്നത് പോലും. അപ്പോൾ തന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രങ്ങൾ മാത്രം മെനയുകയായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പിന്നീട് മറ്റൊരു രീതിയിലുള്ള ഒരു രീതിയിലും തങ്ങളുടെ കുടുംബത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ സുനിഷ, സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് കുടുംബം ജയപ്രകാശ് പറയുന്നത്. പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് തോന്നിയത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ പ്രതി ചേർക്കണമെന്നതാണ്. അദ്ദേഹം നേരത്തെ തന്നെ സിദ്ധാർത്ഥൻ വിഷയത്തിൽ SFI ഇത്തരത്തിൽ മർദ്ദനത്തിലൊക്കെ SFI പ്രവർത്തകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാം എന്ന് തന്നെ പറഞ്ഞ ഒരാളാണ്. നടപടിയെടുക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആർഷോയെ പ്രതി ചേർക്കണം എന്നൊരു കാര്യം ജയപ്രകാശ് പറയുന്നത്? വിനിത, നേരത്തെയും ആർഷോയുടെ പേര് വന്നിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലായിരുന്നു കൃത്യമായി 8 മാസത്തോളം സിദ്ധാർത്ഥ ഇതേ രീതിയിലുള്ള മർദ്ദനത്തിനിരയായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഈ 8 മാസത്തോളം കാലയളവിലും ഈ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ കോളേജിലേക്ക് എത്തുന്നുണ്ടായിരുന്നു എന്നതാണ് കുടുംബം പറയുന്നത്. അത്തരത്തിൽ തങ്ങൾക്ക് അറിയാം. കാരണം നേരത്തെ സിദ്ധാർത്ഥ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആർഷോ ചേട്ടൻ കോളേജിലേക്ക് വരാറുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ആർഷോയ്ക്ക് കൃത്യമായി അവിടെയുള്ള SFI പ്രവർത്തകർ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നു, എങ്ങനെയൊക്കെ എന്നുള്ള കാര്യം വ്യക്തമായി അറിയാമല്ലോ എന്നത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിന് തങ്ങളുടെ കയ്യിൽ തെളിവടക്കം ആർഷോ അവിടെ എത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവ് തങ്ങളുടെ മകൻ ഞങ്ങളോട് പറഞ്ഞത് തന്നെയാണ് എന്നതാണ് അല്പസമയം മുമ്പ് സിദ്ധാർത്ഥന്റെ പിതാവ് പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നത്. ഏതായാലും അത്തരത്തിൽ ആർഷോ നിരന്തരമായി ഈ കോളേജ് സന്ദർശിക്കാറുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആർഷോയ്ക്കും ഈ മർദ്ദനവുമായി ബന്ധപ്പെട്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ അറിയാമെന്നത് തന്നെയാണ് ഏതായാലും കുടുംബം പറയുന്നത്. അതുകൊണ്ട് ആർഷോയെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കുക എന്നത് തന്നെയാണ് ആ കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. ഈ പറയുന്നത് പോലെ അക്ഷയ വിഷയമായാലും പെൺകുട്ടികളുടെ വിഷയമായാലും അതേസമയം അതേ രീതിയിൽ തന്നെ സംസ്ഥാന സെക്രട്ടറി, SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ കൂടി കേസിൽ പ്രതി ചേർക്കുക എന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കുടുംബം പറയുന്ന ചില ആവശ്യങ്ങളുണ്ട്. ഇതിൽ തീരുമാനമാകുന്നത് വരെയും ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള ഒരു പ്രതിഷേധം എന്നത് തന്നെയാണ് പറയുന്നത്. ഇന്ന് 41ാമത്തെ ദിവസമായിരുന്നു. ചടങ്ങുകൾക്കിടയിൽ സിദ്ധാർത്ഥന്റെ മാതാവ് തലകറങ്ങി വീഴുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി മോശമാണ്. അതുകൊണ്ടാണ്
ഈ 41 കഴിഞ്ഞ് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലൊരു രീതിയിലേക്ക് പോകാത്തത് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാണ്. സമരത്തിന് മുന്നിൽ ശരി, അന്വേഷണം സിദ്ധാർത്ഥന്റെ അട്ടിമറിക്കാൻ മാതാവ് തന്നെ ശ്രമം മുന്നിൽ നടക്കുന്നു എന്ന് നിൽക്കുന്നത്. തന്നെയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള സമര പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറയുകയും ചെയ്തത്. സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്